ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ കാരണം ആരും പണിയില്ല കേട്ടോ. ഇന്ന് റൂഫിങ്ങിൻ്റെ വർക്കാരണം പണിയുണ്ടാവും. സാധാരണ എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് കേട്ടോ. മഴ പെയ്തതുകൊണ്ടും പണിയുണ്ടാവില്ല. പിന്നെ ഞാൻ ഇന്ന് ലീവ് കേട്ടോ. മഴ കാരണമല്ല കേട്ടോ. ഇന്ന് മന്ത്ലി ചെക്കപ്പിന് പോകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവ് എടുത്തോളൂ. ഞാനും അമ്മച്ചും പെണ്ണും കൂടി കേട്ടോ ഇന്ന് പോയതാണ്. ഞങ്ങൾ ബസ്സിന് പോയി ഡോക്ടറെ കണ്ടു തിരിച്ചു വന്ന് ഉച്ചയായപ്പോൾ പിന്നെ പൂക്കാട്ടോട്ടിക്ക് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങി കേട്ടോ. കാരണം രാവിലെ ഞാൻ ഒരു ഏത്തപ്പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ വിശന്നതുകൊണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് മഴയൊക്കെ തോർന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെരുമ്പാറക്കുള്ള വണ്ടി നോക്കി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പെരുമ്പാറക്കുള്ള വണ്ടി വന്നു കേട്ടോ. വണ്ടി വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും മഴ തുടങ്ങി കേട്ടോ. ഇച്ചിരി നേരത്തെ ശമനം ഉണ്ടായുള്ളൂ മഴയ്ക്ക്. സ്രാവിന് പിന്നെ ബസ്സിൽ പോകണേ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അവൾക്ക് കൂടുതലും ഓട്ടോറിക്ഷയിലൊക്കെ പോകണ കേട്ടോ ഇഷ്ടം. കാരണം ഒന്നാമത് ബസ്സിൽ കയറി ഛർദ്ദിക്കുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ ബസ്സിൽ തന്നെ പോന്നു. അവിടെ നല്ല ബസ് കയറിയപ്പോൾ മഴയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തി, കുറുമുടിക്ക് എത്തി. ഞങ്ങൾ പിന്നെ KSB ഓഫീസ് കയറാനുണ്ടായിരുന്നു. അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ഡോക്ടറിൽ നിന്ന് ഒരു മരുന്ന് കൂടുതൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരുന്ന് മേടിച്ചു. മെഡിസിൻസ് ബാക്കിയുള്ള മരുന്നുകൾ കയ്യിൽ ഇരിക്കണമായിരുന്നു. ഞാൻ ഇപ്പോൾ മേടിച്ചില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ ആ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിലൊക്കെ പോയി. പിന്നെ കുറച്ച് കറിക്കൊന്നും ഉണ്ടായില്ല. എന്നാൽ പിന്നെ ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കനും മേടിച്ചു. ചിക്കൻ മേടിക്കുന്ന അപ്പുറത്തെ കടയിൽ ഒരു കപ്പ ഇരിക്കുന്നുണ്ടോ. എനിക്ക് കപ്പ അധികം കഴിക്കാൻ പാടില്ല. എന്നാലും എനിക്ക് കപ്പ കണ്ടപ്പോൾ പിന്നെ അരുണ് പണിയില്ലാണ്ട് ഇരിക്കുകയല്ല. എന്നാൽ പിന്നെ മഴയാണല്ലോ, അപ്പോൾ കപ്പയും ചിക്കനും ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് കപ്പയും മേടിച്ചു കേട്ടോ. പിന്നെ അത് നന്നാക്കി അടുപ്പത്തൊക്കെ വെച്ചു. അതൊക്കെ അടുപ്പത്തൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മഴ ഇച്ചിരി ഒരു ശമനം പിന്നെയും വന്നിട്ട്. അത് എപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കോഴികളൊക്കെ മുറ്റത്ത് ഇറങ്ങിക്കുക. അതുങ്ങൾ ഇത്ര നേരം ഈ മഴ കാരണം പുറത്തിറങ്ങാണ്ട് നിൽക്കണം. അപ്പോൾ അതുങ്ങൾക്കും വിശക്കുണ്ടാവില്ല. അതുങ്ങൾ പിന്നെ ഒരു കാക്ക വന്നിരിക്കണം. അതുങ്ങൾക്കും വിശപ്പുണ്ടല്ലോ. അപ്പോൾ മഴ കാരണം അതുങ്ങളും കൂട്ടിലായിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു മീറ്റ് റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേക്കറി കടയിൽ നിന്ന്. അപ്പോഴേക്കും ചിക്കനും കപ്പയും വേണ്ട സമയം കൊണ്ട് അതും കഴിച്ചു. പിന്നെ പാൽ മേടിച്ചു, പാൽ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ഇത് രണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ കപ്പയും ചിക്കനൊക്കെ വെന്തു. അത് കപ്പയും ചിക്കനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ സ്രാവ് പിന്നെ തുടങ്ങിയില്ല. അവൾക്ക് സ്റ്റഡി ടേബിൾ വേണമെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഈ മഴ ഇച്ചിരി കുറഞ്ഞായിരുന്നു. അന്ന് പിന്നെ അത് വിലയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി. അവളോട് ഞാൻ പറഞ്ഞാൽ നാളെ പോയാൽ മതി. പക്ഷേ അവൾ സമ്മതിച്ചില്ല. അവൾ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിലവിടെ പോയി നോക്കിയത്. സ്റ്റഡി ടേബിൾ വില ചോദിച്ച് കഴിയുമ്പോൾ 2500 അത് മേടിക്കാനുള്ള ശേഷി ഞാനില്ലാത്തവരുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വച്ചെഴുതൊരു മേശയും ടീപ്പോയും പിന്നെ ഒരു കസേരയായിട്ട് മേടിക്കാൻ വില കുറഞ്ഞ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിൽ പോയി നോക്കി. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. വിലയും വലിയ അഫോർഡബിൾ റേറ്റൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ 2-3 കടയിലും കൂടി പോയി നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് മേടിക്കാമെന്ന് ആരും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കടയിലെ എല്ലാ സാധനങ്ങളൊക്കെ നോക്കി റേറ്റൊക്കെ നോക്കി അവിടെ നോക്കിയിട്ട് പോന്നു. എൻ്റെ അടുത്ത കടയിലൊന്ന് പോയി വേറെ കടകളിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് മേടിക്കാമെന്ന് വെച്ചു. അവിടെ പിന്നെ അത് മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള ഐറ്റംസും ലഭ്യം കേട്ടോ. പിന്നെ അന്ന് വേറെ കടയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ. പിന്നെ ഇറങ്ങാൻ പറ്റുമോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കയറി നിന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി.